ഇന്ന് ഒരു നല്ല കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ആ കാപ്പിക്ക് വേണ്ടി ഞാൻ ഒരു 2 കപ്പ് പാലും 2 കപ്പ് വെള്ളം കൂടെ വെച്ച് തിളപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ ഇങ്ങോട്ട് പൊങ്ങി വരുമ്പം ഞാൻ ആ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തു. സ്റ്റൗ സമയത്തിന് ഓഫ് ചെയ്തില്ലെങ്കിൽ തിളച്ച് തൂവി പോവേ, പിന്നെ അത് വലിയ ചടങ്ങാവും. അപ്പം ഇങ്ങനെ തിളച്ച് തൂവാണ്ട് എടുക്കാൻ പറ്റില്ലെങ്കിൽ സ്പൂണിട്ട് ഇളക്കി ഇടിച്ചിട്ട് എടുത്താലും മതി. അപ്പം ഈ കപ്പിൽ ഞാൻ ആവശ്യത്തിന് കാപ്പിപ്പൊടിയും പഞ്ചസാരയും ഞാനിവിടെ എടുത്തേക്കണ 2 സ്പൂൺ വെച്ചാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. എന്നിട്ട് അത് അതിൻ്റെ അകത്തോട്ട് ആ പാല് മാറ്റിയിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ലോണം പൊക്കി ആറ്റിയെടുക്കണം. നല്ലോണം പൊക്കി ഒഴിച്ച് ആറ്റണം, എന്നാലാണ് അത് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. എന്തോരം പൊക്കി ഒഴിച്ച് ആറ്റിയെടുക്കാൻ പറ്റും അത്ര നല്ലതാണ്. പിന്നെ കൈ പൊള്ളാണ്ട് നോക്കണം കേട്ടോ. കൈ പൊള്ളുന്നൊക്കെ തോന്നുവാണെങ്കിൽ കപ്പ അങ്ങ് താഴെ വെച്ചിട്ട് കപ്പിലോട്ട് ഒഴിക്കണം. സോസ് താഴെ വെച്ചിട്ട് സോസ് പാനിലോട്ട് ഒഴിക്കണം. കാപ്പിപ്പൊടിയും പഞ്ചസാരയും അവരവരുടെ ഇഷ്ടത്തിലാണ്, കടുപ്പ് അനുസരിച്ച്. ഞങ്ങൾക്ക് ഇവിടെ അത്രയും കടുപ്പ് മതി, അതുകൊണ്ടാട്ടോ. പിന്നെ കാപ്പിപ്പൊടി കൂടുന്നതനുസരിച്ച് നമ്മൾ പഞ്ചസാര കൂടുതലിട്ടില്ലെങ്കിൽ കാപ്പിക്ക് ഒരു കയ്പ്പൊക്കെ വരുമല്ലോ. പൊതുവെ മലയാളികൾക്ക് അങ്ങനെ കയ്പ്പ് ഇഷ്ടമല്ലോ. കണ്ടോ, നല്ല പതഞ്ഞു വന്നില്ലേ? അങ്ങനെ പതഞ്ഞു വന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് കപ്പ് നിരത്തി വെച്ചിട്ടേ കപ്പിലോട്ട് ഒഴിക്കുമ്പോഴും ഇതുപോലെ നല്ലോണം പൊക്കി ഒഴിച്ച് പതപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പാട കിട്ടില്ല. കാരണം അങ്ങനെ പാട കെട്ടാതെ ഇരുന്നാലല്ലേ നമുക്ക് ആ കാപ്പി പിന്നെ കുടിക്കാൻ തോന്നത്തുള്ളൂ. അല്ലാണ്ട് പതയില്ലാതെ ഒഴിച്ചു വെച്ചാൽ അത് പാട കെട്ടിപ്പോകത്തില്ല. അങ്ങനെ 3 കപ്പിൽ ഒഴിച്ചു വെച്ചു. ഹസ്ബൻഡും പിള്ളേരും എനിക്കിപ്പോൾ കുടിച്ചോളൂ. പിന്നെ ഒരു കുഞ്ഞു കപ്പിൽ ഞാൻ കുടിക്കാനും എടുത്തു. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു മല്ലു ലാറ്റെ എന്നൊക്കെ പേര് കൊടുക്കാം.